ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ദിവസമാണ്. എല്ലാവരും മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തിരക്കിലാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, അവർ കാര്യങ്ങളൊക്കെ ചെയ്യപ്പോൾ എനിക്ക് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും മേക്കപ്പൊക്കെ. പക്ഷെ ഒരുപാട് പേരുള്ളത് കൊണ്ട് എല്ലാവരുടെയും കൂടെ കാര്യങ്ങൾ നമുക്ക് നോക്കാനായിട്ട് പറ്റത്തില്ല. അത് മാത്രമല്ല, ഞാനും പ്രോഗ്രാം ചെയ്യുന്നുള്ളത് കൊണ്ട് എനിക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കണം, നമ്മുടെ കൂടെ ഉള്ളവരെയൊക്കെ ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യണം. എല്ലാം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് എല്ലാവരെയും കൂടെ സഹായിച്ച് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ അത് മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പ്രോഗ്രാം കൂടെ ചെയ്യുമ്പോൾ നമുക്കത് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെറിയൊരു പാർട്ടായിട്ട് മേക്കപ്പിന് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ നമ്മൾ വേറെ വെച്ചിട്ടാണ് പ്രോഗ്രാം അവർക്ക് മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രോഗ്രാമിൻ്റെ അന്നത്തെ ദിവസം രാത്രിയിലാണെന്ന്, അതായത് നമുക്ക് ഈ പ്രോഗ്രാം വന്നിരിക്കുന്നത് 7 മണിക്കോ 7:30 എന്തോ ആയിരുന്നു തോന്നുന്നു പ്രോഗ്രാം. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും റെഡിയായിട്ട് മേക്കപ്പ് ചെയ്തിട്ട് വരണം. ബാക്കി കുറേ പേരൊക്കെ സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ നിന്നാണ് ഡയറക്റ്റ് മേക്കപ്പ് ചെയ്ത് റെഡിയായിട്ടൊക്കെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് റെഡിയായിട്ട് വരണത് അവിടെ നിന്നാണ്. നമ്മൾ കുറച്ച് പേർക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു, റെഡിയായിട്ട് നിൽക്കുകയാണ്. സമയം ആവാറായിട്ടുണ്ട്, റെഡിയായിട്ട് നിൽക്കുകയാണ്. ഈ നിൽക്കുന്ന വൈഷ്ണവി എന്നാണ് അവളുടെ പേര്. നമ്മുടെ ക്ലാസിക്കൽ ബാച്ചിൻ്റെ ടീച്ചറാണ് കേട്ടോ. അവൾ നന്നായിട്ട് ക്ലാസിക്കൽ ഡാൻസൊക്കെ കളിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവളാണ് അവിടുത്തെ ക്ലാസിക്കൽ ബാച്ചിൻ്റെ അധ്യാപിക. വൈഷ്ണവി എന്നാണ് പേര് വരുന്നത്. നല്ലതായിട്ട് ഡാൻസ് ചെയ്യും കേട്ടോ. എൻ്റെ പേജിലൊക്കെ കയറി നോക്കിയാൽ, വൈഷ്ണവി എന്നുള്ള പേജൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരുപാട് ടാലൻ്റുള്ള കുട്ടിയാണ്. എന്താ പറയുക, നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല രീതിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഒരു അധ്യാപികയാണ്. ഒരു ചെറിയ കുട്ടിയാണ് കേട്ടോ. അവൾ തീരെ ഏജ് കുറഞ്ഞ് ചെറിയ കുട്ടിയാണ് അവൾ, പക്ഷെ നല്ലപോലെ ക്ലാസ് എടുക്കും. അങ്ങനെ അപ്പം നമ്മൾ രണ്ടുപേരുമാണ് നേരത്തെ റെഡിയായി നിൽക്കുന്നത്. അപ്പം വെച്ചാൽ ബാക്കിയുള്ളവരുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ചായിട്ട് ഓരോന്ന് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ പറയുകയാണ് എല്ലാവരും പ്രാക്ടീസൊക്കെ ചെയ്തു പഠിക്കുകയാണ്, ഞാനല്ല ഇവരൊക്കെയാണ് കളിക്കണത് എന്നൊക്കെ ഉള്ളത് എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുണ്ട് ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോഴത്തേക്കിനും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ കണ്ണടയുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുകയാണ്. അവൾ പിന്നെ ഭയങ്കര ആക്റ്റീവാണ്, എല്ലാ കാര്യത്തിനും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കൊച്ചാണ്. അങ്ങനെ നിന്നിട്ട് ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എനിക്കിതൊക്കെ ചേരുന്നുണ്ടോ, ഞാനിങ്ങനെ ഒരുങ്ങിയിട്ടൊക്കെ ഒരുപാട് കാലമായി. നമ്മൾ ഇങ്ങനെ ഡാൻസിനെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫുൾ മേക്കപ്പിലൊക്കെ റെഡിയായിട്ട് ഇറങ്ങാമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചെയ്യണ കാര്യമല്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ ചോദിക്കുക, എനിക്കിതൊക്കെ ചേരണുണ്ടോ, എന്താ ബോറായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയാണ് സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ എല്ലാ തരണീ മണികളും റെഡിയായിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പോകാനായിട്ട് സ്റ്റേജിലോട്ട്. അപ്പോൾ ഇത് ധന്യ ചേച്ചിയാണ്. ചേച്ചി നമ്മുടെ കൂടെ ഓൾറെഡി സ്റ്റുഡിയോയിൽ ക്ലാസ്സിന് വരുന്ന ആളാണ്. എന്താ പറയുക, ഞങ്ങളുടെ മുത്തുമണിയാണ് ചേച്ചി. പക്ഷേ ചേച്ചിക്ക് ആ സമയത്ത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരത്തേക്ക് വരാനായിട്ട് പ്രോഗ്രാം ചെയ്യാനായിട്ട് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ അല്ലാണ്ട് വന്നതാണ്. ആൾക്ക് വയ്യാതിരുന്നിട്ട് കൂടി ആൾ നമ്മളുടെ പ്രോഗ്രാം ആയതുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആൾക്ക് വരാമല്ലോ. അങ്ങനെ വന്നിട്ട് ഭയങ്കര ഹെൽപ്പായിരുന്നു ആൾ. ചേച്ചി വന്നിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു തരാനൊക്കെ ആയിട്ടേ ഭയങ്കര ഹെൽപ്പായിരുന്നു ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് റെഡിയായിട്ട് നമ്മൾ സ്റ്റേജിലോട്ട് പോവുകയാണ് കേട്ടോ. എല്ലാവരും സ്റ്റുഡിയോയിൽ പോയിട്ട് റെഡിയായിട്ട് വന്നവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ സ്റ്റുഡിയോയിൽ നിന്ന് നേരെ വീട്ടിൽ വന്നു. ആ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ സ്റ്റേജിലോട്ട് പോവുകയാണ്. എല്ലാവരും ഭയങ്കര ടെൻഷനിലും കാര്യങ്ങളിലും ഒക്കെയാണ് കേട്ടോ. എന്താ വെച്ചാൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുണ്ടാകും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ വലിയ ടെൻഷനായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാനങ്ങനെ എന്താ പറയുക, എനിക്കങ്ങനെ ടെൻഷനൊന്നും തോന്നിയില്ല. കാര്യം നമ്മൾ പഠിച്ചത് എന്താണോ അത് കളിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവിടെ ടെൻഷൻ അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ചൊക്കെ നിൽക്കണം. ഞാൻ ഭയങ്കര കൂളായിട്ടൊക്കെ നിന്നിട്ട് എനിക്കറിയണതൊക്കെ ചെയ്തിട്ടുണ്ട്, അത്ര തന്നെ. അങ്ങനെ ഈ പാട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റത്തില്ല കേട്ടോ. ഇതൊക്കെ ഉപ്പുക്കരവാട് എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങൊക്കെയാണ്. ഇതൊന്നും നമുക്ക് ഒരു രക്ഷയില്ല ഇടാനായിട്ട്. കോപ്പിറൈറ്റ് ഞാൻ ആദ്യം ഒന്ന് ഇട്ട് നോക്കിയപ്പോഴത്തേക്കിന് കോപ്പിറൈറ്റ് അടിച്ചു. അപ്പോൾ പിന്നെ ഞാനത് മ്യൂട്ട് ചെയ്തിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സോങ്ങാണ്. ഫസ്റ്റ് എൻട്രി തന്നെ നമ്മുടെ സോങ്ങായിരുന്നു, ലേഡീസ് ബാച്ചിൻ്റെത്. അപ്പം നമ്മുടെ സോങ്ങിൻ്റെ ഫസ്റ്റ് ഡാൻസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അടുത്തത് ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാവരോട് ചേർന്നിട്ടുള്ള ഡാൻസാണ്.
എനിക്കൊരു 4-5 ഉണ്ടായിരുന്നു, 5-6 ഡാൻസ് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കൂടെ സത്യം പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാം ഓർത്തിരിക്കുക, എല്ലാം ആ ഒരു ടൈമിങ്ങിൽ കളിക്കുക, പെർഫെക്റ്റായിട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം ഓർമ്മശക്തി എന്ന് പറഞ്ഞ സാധനം തീരെ ഇല്ലാണ്ടായി. അപ്പോൾ അത് കാരണം വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും അത്യാവശ്യം പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട് വേണമെങ്കിൽ പറയാം, തെറ്റില്ലാണ്ട് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെന്താ പറയുക, നമുക്ക് ഒരുപാട് സ്റ്റേജ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ടാവും. നമുക്കിനി ഒരുപാട് വേദികൾ കിട്ടുമ്പോൾ നമ്മളങ്ങനെ അതൊക്കെ ഓക്കെ ആക്കി ശരിയാക്കുമെന്നാണ് ഒരു വിശ്വാസം. ഓക്കെ, അപ്പം അടുത്തൊരു കോസ്റ്റ്യൂമിൻ്റെ ഡാൻസാണ്. ഞാൻ പറഞ്ഞില്ല എല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടില്ല, എല്ലാം ഒന്നും ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കുറച്ച് പോർഷൻസ് മാത്രം എടുത്ത് ചെറുതായിട്ട്, അതും എല്ലാത്തിൻ്റെ ഒന്നും ഇല്ല കേട്ടോ, എല്ലാ ഡാൻസിൻ്റെ ഒന്നും ഇല്ല, ചെറിയ പോർഷൻസായിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ ഓക്കെ ആക്കിയ ഒരു കോസ്റ്റ്യൂമാണ് കേട്ടോ. അതായത് നമുക്ക് കോസ്റ്റ്യൂം സെറ്റ് ആവാണ്ട് ലാസ്റ്റ് മിനിറ്റിൽ കിട്ടിയ ഒരു കോസ്റ്റ്യൂമാണ് ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. എന്തായാലും എല്ലാവരും നല്ല പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പ്രോഗ്രാംസൊക്കെ ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെയുള്ള കമൻറ്റൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് അടുത്ത ദിവസമാണ്. അടുത്ത ദിവസം നമുക്ക് അതേ അമ്പലത്തിൽ തന്നെ തിരുവാതിര ഉണ്ടായിരുന്നു. തിരുവാതിര മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തിരുവാതിരയുടെ. അത് വേറൊരു അമ്പലത്തിലായിരുന്നു, ഈ അമ്പലത്തിലെ തിരുവാതിരയാണ്. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. സെറ്റും മുണ്ടുമാണ് തിരുവാതിരയുടെ വേഷം. പിന്നെ സ്വാഭാവികമായിട്ടും സെറ്റും മുണ്ടും ആണല്ലോ. സെറ്റും മുണ്ടും കൊടുത്ത് മുടിയൊക്കെ കെട്ടി കമ്മലൊക്കെ ഇട്ട് പോകാനൊക്കെ ആയിട്ട് റെഡി ആവുകയാണ്. പൂവൊക്കെ വയ്ക്കണം. അങ്ങനെ സോങ് നമ്മൾ മുമ്പ് കളിച്ച സെയിം സോങ് തന്നെയാണ്. അപ്പോൾ അത് കാരണം അതിന് വീണ്ടും റിപ്പീറ്റായിട്ട് ഇവിടെ ഇടുന്നില്ല, സെയിം സോങ് തന്നെയാണ് കളിക്കുന്നത്. കാര്യം നമുക്ക് ബാക്കി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേറൊരു സോങ് സെറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാനോ ഒന്നിനും ഉള്ള ഒരു ടൈമില്ല. കാര്യം അത് നമ്മുടെ സ്റ്റുഡിയോയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുറച്ച് ആളുകളാണ് തിരുവാതിരയുടെ ഗ്രൂപ്പിലുള്ളതേ. അപ്പം അവരുടെ കൂടെ പോയിട്ട് നമുക്ക് സ്റ്റുഡിയോയിൽ നിന്ന് മാറി വേറെ പോയി പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളൊരു ടൈമില്ലായിരുന്നു. അപ്പോൾ അത് കാരണം വേറെ ഒരു സോങ് എടുത്ത് ചെയ്യാനോ അല്ലെങ്കിൽ ഡാൻസ് വേറെ പഠിക്കാനോ ഒന്നിനുള്ള സാവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുന്നേ ചെയ്ത ഡാൻസ് തന്നെയാണ് ഇപ്രാവശ്യവും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി വേണം പുതിയത് പഠിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ എക്സ്റ്റൻഷനൊക്കെ വെച്ചിട്ട് മുടിയൊക്കെ അവരെങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കുകയും, എനിക്കാണെങ്കിൽ ഇതിങ്ങനെ നീണ്ടു കിടക്കുന്നത് കൊണ്ട് മുടി എങ്ങനെ നോക്കിയാലും എനിക്ക് കെട്ടുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് എപ്പോഴും ഒരേ രീതിക്ക് എനിക്ക് മുടി കെട്ടാൻ പറ്റാറുള്ളൂ സാധാരണഗതിയിൽ. അപ്പോൾ അത് തന്നെ വലിയൊരു വിഷമമാണ്. ഇങ്ങനെ എടുത്ത് വയ്ക്കുക, ജസ്റ്റ് പൂ വയ്ക്കുക, അത്ര തന്നെ എനിക്ക് പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ എക്സ്റ്റൻഷനൊക്കെ വെച്ചിട്ട് അവരങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് പല രീതിയിലൊക്കെ സ്റ്റൈൽ ചെയ്യും. ഞാൻ മാത്രം ഇങ്ങനെ എന്താ പറയുക, എപ്പോഴും ഒരേപോലെ മുടി കഴിച്ചിട്ടിട്ട് ഇങ്ങനെ ഭ്രാന്തിയെപ്പോലെ ഇങ്ങനെ നടക്കേണ്ട അവസ്ഥയാണ്. വെട്ടിക്കളയണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, കുറച്ചുകൂടെ പോട്ടെ എന്ന് വിചാരിക്കുന്നു. 1-2 കാര്യങ്ങളൂടെ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് വെട്ടിക്കളയാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അടുത്ത ദിവസത്തെ തിരുവാതിരയ്ക്കായിട്ട് സ്റ്റേജിലെത്തി. അപ്പം നമ്മുടെ തിരുവാതിര കേട്ടോ. ഇതിന് മുന്നേ വേറൊരു തിരുവാതിര ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മുടെ തിരുവാതിരയാണ്. അതിനായിട്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. കുഴപ്പമില്ലാതെ അതും ചെയ്തു കേട്ടോ. അവരെ ഓൾറെഡി നമ്മൾ കളിച്ച തിരുവാതിര ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വലിയ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അത് എല്ലാ ആളുകളും സെയിമാണ്, ഡാൻസ് സെയിമാണ്, എല്ലാം സെയിമാണ്. കോസ്റ്റ്യൂമിൽ ബ്ലൗസിന് മാത്രം ചെറിയൊരു വ്യത്യാസം, ബ്ലൗസിൻ്റെ കളറ് മാത്രം മാറിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ അതും നന്നായിട്ട് ചെയ്തു. അടുത്ത ദിവസം നമുക്ക് അവിടുത്തെ അമ്പലത്തിൽ പൊങ്കാലയായിരുന്നു. അപ്പം ചേച്ചിയുടെ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ദിവ്യ ചേച്ചിയുണ്ട്. ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ അമ്പലം. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൻ്റെ അവിടെ തന്നെയാണ് നമുക്ക് പൊങ്കാല ഇടാനായിട്ട് ഉള്ള സ്പേസ് വെച്ചിരുന്നത്. അപ്പം എന്തായാലും എന്നോട് ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇടാൻ പറ്റുന്ന സമയമായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഇടാം. അങ്ങനെ ഞാനും കൂടെ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് 5 കാലത്തിലായിരുന്നു പൊങ്കാല. ബാക്കി നമ്മൾ 3 പേരും അല്ലാണ്ട് വേറെ സ്റ്റുഡിയോയിൽ നിന്ന് വന്നിട്ട് അങ്ങനെ വേറെ ഇടാനായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരോട് ചേർന്ന് പൊങ്കാലയൊക്കെ ഇട്ടു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ആ ഒരു കുറച്ച് ദിവസങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നല്ലൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കുറച്ച് ദിവസങ്ങളായിരുന്നു. പിന്നെ പ്രോഗ്രാംസും അതിൻ്റെ ഇടയ്ക്കൂടെ തിരുവാതിര, പൊങ്കാല, ഉത്സവം, അങ്ങനെ കാര്യങ്ങളെല്ലാം. ഇപ്പോഴാണെങ്കിൽ നമ്മളിങ്ങനെ അടുത്ത പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങൾ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അടുത്ത ഇനി പ്രോഗ്രാമുകൾ വരുന്ന അതനുസരിച്ചാണ് അടുത്ത ഇനി നോക്കുന്നത്. അപ്പം പൊങ്കാലയ്ക്ക് വന്നു. അങ്ങനെ പൊങ്കാലയ്ക്ക് ഇട്ടു.
അവിടെ തന്നെ ഫുഡ് അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവിടുന്ന് കഴിച്ചു. പണ്ടൊക്കെ എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് നമ്മൾ ഉത്സവങ്ങളൊക്കെ കൂടുന്ന ആളുകളായിരുന്നു. പക്ഷേ ഇപ്പം ഒരുപാട് വർഷങ്ങളായിട്ട് ഉത്സവം കൂടലോ അല്ലെങ്കിൽ അങ്ങനെ നാട്ടിൽ പോയിട്ട് ഉത്സവം കാണലോ അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ നടക്കാറില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഏകദേശം ഉത്സവ സമയം എന്നൊക്കെ പറഞ്ഞാൽ മാർച്ച്, ഏപ്രിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് സമയത്ത് ഏകദേശം ഉത്സവങ്ങളൊക്കെ തീരുമാനമായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ടൈമിൽ പോകാനോ അല്ലെങ്കിൽ ഉത്സവം കൂടാനോ ഒന്നിനും പറ്റാറില്ല. കാര്യം പിള്ളേർക്കൊക്കെ പരീക്ഷയാണ്, എക്സാം ടൈമാണ്. അപ്പം സ്കൂളിൽ വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും, ജോലി ചെയ്യുന്നവർക്ക് വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പോകാൻ പറ്റാറേ ഇല്ല ഉത്സവങ്ങൾക്കൊന്നും. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഉത്സവങ്ങളൊക്കെ മിസ്സായി പോകാറാണ്. പണ്ടാണെങ്കിൽ സ്ഥിരമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. നമുക്കൊരു സമയം കഴിഞ്ഞപ്പോൾ അതിനൊന്നും പങ്കെടുക്കാൻ പറ്റാണ്ടായി. ട്രിവാൻഡ്രത്താണെങ്കിലും അങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോയി ഉത്സവങ്ങൾ കൂടും. നമ്മൾ പോവും, ജസ്റ്റ് തൊഴും തിരിച്ച് വരും എന്നുള്ളതല്ലാണ്ട് അങ്ങനെ ഒരു എല്ലാവരും കൂടെ ചേർന്നൊരു കൂടലോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ വീണ്ടും ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ. കാര്യം ഇപ്പം അവളും കുറച്ചൊന്ന് ഫ്രീ ആയി. +1 ഒക്കെ ആയപ്പോഴത്തേക്കിനും ഇപ്പം ഞാനും കുറച്ചൊന്ന് ഫ്രീ ആയി. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു സമയവും അവകാശമൊക്കെ ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയതും ചെയ്യുന്നതും ഒക്കെ ഇപ്പോഴാണ്. കുറച്ച് മുന്നേ വരെയൊക്കെ നമ്മൾ കുറച്ചുകൂടെയൊക്കെ റെസ്പോൺസിബിളായിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും എല്ലാവരും ഓരോരുടെ കാര്യങ്ങൾ നോക്കി പോയി തുടങ്ങിയപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ പിന്നാലെ നടക്കേണ്ട, മക്കളുടെ ആയാലും പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. അവർ കാര്യങ്ങളൊക്കെ ചെയ്തോളും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പിന്നെ എൻ്റെ ചേട്ടനാണെങ്കിലും ആൾക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും, ഒരാൾ നമ്മളെ ഫ്രീ ആയിട്ട് വിടുന്ന ഒരാളാണ്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാനോ അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യാനോ ഉള്ള എല്ലാ ഫ്രീഡവും നമുക്ക് തരുന്നുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ ആരെയും നോക്കിയിരിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. മുമ്പ് അത്രയൊന്നും ഞാൻ അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആളെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് കുറച്ചൊക്കെ അങ്ങനെ മാറിയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും ലൈഫിൽ കുറേ ചേഞ്ചസ്, കാര്യങ്ങൾ, സന്തോഷങ്ങൾ ഒക്കെ ഇപ്പോഴാണ് കുറച്ചുകൂടെ എൻജോയ് ചെയ്യുന്നത്. ഇത് അമ്പലത്തിലെ വിളക്ക് കെട്ടാണ് കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിലോട്ട് പറ എന്നൊക്കെ പറയും. അമ്പലത്തിൽ നിന്ന് പറ വരുന്നു എന്ന് പറയും. ഇതിപ്പം വിളക്ക് കെട്ട് എന്ന് പറയും. അവിടുന്ന് അമ്പലത്തിൽ നിന്ന് ദേവി എഴുന്നള്ളത്ത് വരികയാണ്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ എടുത്തിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര രസമാണ്. ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ അതൊക്കെ കൂടി കണ്ടു. നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി അടുത്ത വർഷവും നമുക്ക് ദേവിയുടെ മുമ്പിൽ പ്രോഗ്രാമൊക്കെ ചെയ്യാനായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാര്യം അവിടെ പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ദേവി തന്നെ വിചാരിക്കണം. അല്ലാണ്ട് നമ്മളൊക്കെ എത്ര വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ദേവി തന്നെ നമ്മളെ അവിടെ കൊണ്ടെത്തിക്കണം. എന്നാലേ നമുക്കവിടെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് ശക്തിയുള്ള ഒരു ദേവിയാണ്. അപ്പോൾ അത് കാരണം അടുത്ത വർഷവും നമുക്കതുപോലെ ചെയ്യാൻ പറ്റണേ എന്നാണ് നമ്മുടെ ആഗ്രഹം. ഭയങ്കര ഒരു എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ആ ഒരു സമയത്തൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല രീതിക്ക് തന്നെ കഴിയുകയും ചെയ്തു. നന്നായിട്ട് ചെയ്യാൻ പറ്റി. പ്രോഗ്രാംസ് ആണെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷമുള്ള കുറേ ദിവസങ്ങളായിരുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പ്രോഗ്രാമിൻ്റെ കുറച്ച് വിശേഷങ്ങളെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലാം ഒന്നും എടുത്തിട്ടില്ല. ബാക്കിയൊക്കെ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ ഇനി പറ്റുവാണെങ്കിൽ ഞാൻ ഇടാം. ഇല്ലെങ്കിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങൾ പുറകെ വരുന്നുണ്ട്. കുറച്ചുകൂടെ എൻ്റെ ബാക്കി ഈ മാസത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഞാനൊരു വീഡിയോ ആക്കി അടുത്തൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.